നമസ്കാരം. ഇന്ത്യ മഹാരാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഒരു സംഘടനയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടന ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ 1947 ഇന്ത്യ സ്വതന്ത്രയാകില്ലായിരുന്നു. അതിനുശേഷം ഒരു വേള അത് സംഭവിച്ചിരുന്നിരിക്കും. എന്നാൽ 1947 ഇന്ത്യ സ്വതന്ത്രയാകുന്നതിന് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഇന്ത്യയെ സ്വാതന്ത്ര്യലബ്ധിയിലേക്ക് നയിച്ച കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ വക്താക്കളും നേതാക്കളും പ്രവർത്തകരുമെല്ലാം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെ തമ്മിൽ തല്ലി പാളയത്തിൽ പടനയിച്ച് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പറഞ്ഞു വരുന്നത് കേരളത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എവിടെ നിന്നെങ്കിലും ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങളെ വലിച്ചു കൊണ്ടുവന്ന് ആ പ്രതിസന്ധിയിൽ നിന്നും കരകയറുവാനുള്ള മാർഗങ്ങളാണ് എപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം കൈക്കൊണ്ടിട്ടുള്ളത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി കൊണ്ടാണ് കേരളം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും ആദർശധീരനായ കോൺഗ്രസ് പ്രവർത്തകൻ, സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതം നയിച്ചിരുന്ന, സംശുദ്ധമായ വ്യക്തി ജീവിതം നയിച്ചിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ സരിത എന്ന് പറഞ്ഞ ഒരു യുവതിയെ ഇറക്കി ഉമ്മൻചാണ്ടിക്കെതിരെ ഇല്ലാത്ത കഥകളെല്ലാം പടച്ചുവിട്ടത്. ഉമ്മൻചാണ്ടിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് സോളാർ സരിത എന്ന യുവതിയുമായി 70 വയസ്സ് കഴിഞ്ഞ വയോവൃദ്ധനായ ഉമ്മൻചാണ്ടി, അതും ഉമ്മൻചാണ്ടിയുടെ ചുറ്റുപാടും എപ്പോഴും 10-15 പ്രവർത്തകരും നേതാക്കളുമെല്ലാം ഉള്ള സാഹചര്യത്തിൽ സരിത എന്ന് പറയുന്ന ഈ യുവതി ഉമ്മൻചാണ്ടിയുടെ ഔദ്യോഗിക വസതിയിലെത്തി ഉമ്മൻചാണ്ടിയുമായി വദനസുരതത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സരിതയെ കൊണ്ട് ഉമ്മൻചാണ്ടി വദനസുരതം ചെയ്യിച്ചു എന്നൊരു കഥ പറയുമ്പോൾ അന്നും കോൺഗ്രസ്സുകാരൻ മിഴിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കോൺഗ്രസിനകത്തു നിന്നുള്ള പലർക്കും അന്ന് ഉമ്മൻചാണ്ടിയെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതിന് വേണ്ടി താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെല്ലാവരും അന്നത്തെ ആ സംഭവത്തിൽ മൗനം കൊണ്ട് ഇരിക്കുകയായിരുന്നു, മൗനത്തിന്റെ മാളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്രൈംബ്രാഞ്ചും കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBI അന്വേഷിച്ചിട്ടും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സോളാർ സരിതയെ പീഡിപ്പിച്ചതായി ഒരു കാരണവശാലും തെളിയിക്കാൻ സാധിച്ചില്ല. അത് വ്യാജമാണ് എന്ന് CBIയുടെ റിപ്പോർട്ട് വരുന്നു. അപ്പോഴേക്കും ഉമ്മൻചാണ്ടി മൃതപ്രായനായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് താൻ തെറ്റുകാരനല്ല എന്ന് ലോകത്തോട് അന്വേഷണ ഏജൻസികൾ വിളിച്ചു പറയുന്നത് കേട്ടുകൊണ്ട് മരിക്കുവാനുള്ള ഭാഗ്യം ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായി എന്നുള്ളത് വിസ്മരിക്കുന്നില്ല. അവിടെ തുടങ്ങി കോൺഗ്രസ്സുകാരാ നിങ്ങളുടെ ഈ അലക്ഷ്യ മനോഭാവം, അലസത, മൗനം. നിങ്ങൾ ഓരോരുത്തർക്കും സ്ഥാനമാനങ്ങൾ കിട്ടുന്നതിന് വേണ്ടി കൂടെ നിൽക്കുന്ന ആളുകളുടെ കുതികാൽ വെട്ടുന്ന അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തുന്ന ഈ ശീലം കോൺഗ്രസിന്റെ ആവിർഭാവ കാലം മുതൽ തന്നെ ഉള്ളതാണ് എന്നാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ലൈംഗിക ആരോപണങ്ങളും ഈ ലൈംഗിക പീഡന ആരോപണങ്ങളുമെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPM-ന്റെയും അജണ്ട തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. മാസങ്ങൾക്ക് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു. അവർ ഗർഭിണിയാണ്. ആ ഗർഭ ചിത്രം ചെയ്യുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ശബ്ദരേഖ സോഷ്യൽ മീഡിയകളിലടക്കം വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളടക്കം, മുഖ്യധാര മാധ്യമങ്ങളടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവിഹിത ബന്ധവും അവിശുദ്ധ ബന്ധവും ഗർഭചിത്രവുമെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്ന് ക്രൈംബ്രാഞ്ചിനോട് അന്ന് ആജ്ഞാപിച്ചെങ്കിലും ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും ഒരു സ്ത്രീ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുവതി രാഹുൽ തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുക്കാത്തതിന്റെ പേരിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു കോടതിയിലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീയും പീഡന പരാതി കൊടുക്കാത്തതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും സാധിച്ചില്ല. ഇന്നിപ്പോൾ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഇറക്കി എന്തെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വിസ്ഫോടനം ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ CPM-ന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി നിന്ന് വോട്ട് ചോദിക്കാൻ സാധിക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അതായത് ഉപ്പു തൊട്ട് കർപ്പൂരം വരെ വില കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരന് മുണ്ടും മുറുക്കി ഉടുത്തുപോലും ജീവിക്കാൻ പറ്റാത്ത അത്ര വിലക്കയറ്റം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര വകുപ്പും മറ്റേതൊരു വകുപ്പും കേരളത്തിൽ താറുമാറായിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വോട്ട് ചോദിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. CPM അണികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീട് വീടാന്തരം കയറി വോട്ട് ചോദിക്കുമ്പോൾ ജനങ്ങൾ, അതായത് CPM അനുഭാവികളല്ലാത്ത ജനങ്ങൾ ചാണകത്തിൽ മുക്കിയ ചൂല് വെച്ച് അവർ അടിക്കും എന്നുള്ളൊരു സാഹചര്യം നിലവിൽ വന്നപ്പോൾ ഏതെങ്കിലും തരത്തിൽ CPM-ന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതിസന്ധി അടക്കം പരിഹരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തിയേ പറ്റൂ. അതുകൊണ്ട് പതിവ് പോലെ തന്നെ ഏതെങ്കിലും സ്ത്രീകളെ ഇറക്കി ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം തലപുഞ്ഞാലോചിക്കുന്നു. അതിന്റെ ഒടുവിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു അതിജീവിതയെ ഇറക്കി ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അത് ശരി തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ ഈ പെൺകുട്ടി 2024 ഓഗസ്റ്റ് മാസത്തിൽ വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിയാണ്. ആ വിവാഹബന്ധം ഇപ്പോഴും വേർപെടുത്തിയിട്ടില്ല.
ആ വിവാഹബന്ധം വേർപെടുത്താതെ തന്നെ ആ വിവരം മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അത് അറിയിക്കാതെ അല്ലെങ്കിൽ ഭാഗികമായി അറിയിക്കുകയോ അറിയിക്കാതിരിക്കുകയോ ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നു. ആ ബന്ധത്തിൽ ഈ പെൺകുട്ടി ഗർഭിണിയായി എന്ന പെൺകുട്ടി അവകാശപ്പെടുന്നു. ആ വിവരം രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രം നടത്തുന്നതിന് പ്രേരിപ്പിച്ചു എന്നൊക്കെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ അതിജീവിത എന്ന് പറയുന്ന കുട്ടി മറ്റൊരാളെ കൂടി വഞ്ചിച്ചിരിക്കുന്നു. ഒരു പുരുഷനെ വിവാഹം കഴിച്ചിട്ട് ആ വിവാഹ ബന്ധം വേർപെടുത്താതെ തന്നെയാണ് ആ വിവാഹ ബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ അത് മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെടുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഈ പെൺകുട്ടി വിവാഹം കഴിച്ച ഭർത്താവിനെയും ആ പുരുഷനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും വഞ്ചിക്കുകയായിരുന്നു. എന്നിട്ടും അവരുടെ പേര് അതിജീവിത എന്ന് തന്നെയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സോളാർ സരിതയെ പോലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊടുക്കുവാൻ വേണ്ടി സോളാർ സരിത ഇറക്കിയതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM ഇപ്പോൾ മറ്റൊരു സ്ത്രീയെ കണ്ടെത്തിയിരിക്കുന്നു. സോളാർ സരിത ഷെഡിൽ കയറി ഇനി പ്രവർത്തനക്ഷമതമല്ലാത്ത രീതിയിൽ മാറിയതോടുകൂടിയാണ് ഇപ്പോൾ മറ്റൊരു സ്ത്രീയെ ഇറക്കി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം അപഹാസ്യകരമായ കാര്യങ്ങൾ നീക്കുന്നത്. അല്ലെങ്കിൽ ശബരിമല കൊള്ളയിൽ CPM-ന്റെ MLA-മാരടക്കം അല്ലെങ്കിൽ MLA-യും മുൻ ദേവസ്വം കമ്മീഷണറും തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റും എല്ലാം അറസ്റ്റിലായിരിക്കുന്ന സാഹചര്യത്തിൽ CPM-ന് മുഖം നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു സരിതയെ ഇറക്കി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു, ഗർഭചിത്രം ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിച്ചു എന്നുള്ള ഒരു കാര്യം പർവ്വതീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി തുനിഞ്ഞിരിക്കുന്നത്. അതായത് BNS 316 വകുപ്പ് പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. ബലാത്സംഗം, അതുപോലെ തന്നെ നിർബന്ധിത ഗർഭചിത്രം എന്നിവയാണ് എടുത്തിരിക്കുന്ന കുറ്റം. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഇന്ത്യയിലെ പരമാവധി ശിക്ഷ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കട്ടെ. എന്നാൽ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചിട്ട് ആ വിവാഹ ബന്ധം വേർപെടുത്താതെ ആ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ താൻ വിവാഹിതയാണ് എന്നുള്ള വിവരം അറിയിക്കുന്നില്ല. ഇപ്പോഴും ആ പെൺകുട്ടി നിയമപരമായി വിവാഹ ബന്ധം വേർപ്പെടുത്തിയിട്ടില്ല എന്നറിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെയും തന്നെ വിവാഹം കഴിച്ച ഭർത്താവിനെയും ആ പുരുഷനെയും ഈ പെൺകുട്ടി ചതിക്കുകയായിരുന്നു. എന്നിട്ടും മുഖ്യമന്ത്രിയുടെയും പിണറായിയുടെ അനുയായികളായ CPM-കാരുടെയും ഭാഷ്യം അതിജീവിത എന്ന് തന്നെയാണ്. എന്തായാലും ആ പെൺകുട്ടിയുടെ പേര് ഇപ്പോൾ പുറത്തുവിടുന്നില്ല. ആവശ്യം വരികയാണെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും പുറത്തുവിടാം എന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെയും കല്യാണം കഴിച്ച പുരുഷനെയും വഞ്ചിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി പെരുമാറുമ്പോൾ അവരുടെ സമ്മതപ്രകാരം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഒരു ലൈംഗിക ബന്ധമുണ്ടായി എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെ രണ്ടുപേരും ഒരുപോലെ തന്നെ കുറ്റക്കാരാകുന്നു? നിയമത്തിന്റെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം എങ്ങനെയാണ് കുറ്റക്കാരാകുന്നത് എന്ന് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. അതെന്ത് തന്നെയായാലും ശബരിമലയിൽ നടന്നിരിക്കുന്ന തീവട്ടിക്കൊള്ളയിൽ നിന്ന് CPM-ന് മുഖം രക്ഷിച്ച് മാറി നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വോട്ട് ചോദിച്ച് വീട് വീടാന്തരം കയറിയാൽ ശബരിമല അയ്യപ്പന്റെ പേരിൽ തന്നെ ചാണകത്തിൽ മുക്കിയ ചൂലെടുത്ത് CPM പ്രവർത്തകരെ അടിക്കും എന്നുള്ള സാഹചര്യം വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം തലപുകുഞ്ഞ് ആലോചിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്ന ശബ്ദരേഖ തട്ടിപ്പൊക്കി അതിന്റെ പിന്നിലുള്ള ആളെ കണ്ടെത്തി അവരെ കൊണ്ട് നിർബന്ധപൂർവ്വം പോലീസിൽ കേസ് കൊടുപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തുകൊണ്ട് സമൂഹത്തിൽ നിന്നും ശബരിമല തീവട്ടിക്കൊള്ളയിലെ ജനശ്രദ്ധ തിരിച്ചിടുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം കണ്ടെത്തിയിരിക്കുന്ന ഒരു ഉപായമാണ് ഈ അതിജീവിത എന്ന് വേണം പറയാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ അനധികൃതമായി അവരുടെ പരസ്പര സമ്മതമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അവരെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ആ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ പരമാവധി ശിക്ഷ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കട്ടെ. അതിനൊന്നും നമ്മൾ ന്യായീകരിക്കുന്നില്ല. എന്നാൽ ഇവിടെ നടത്തിയിരിക്കുന്ന ഈ കള്ളത്തരങ്ങൾ മുഴുവൻ ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കല്യാണം കഴിച്ച പുരുഷനെ വഞ്ചിച്ചു, ആ ബന്ധം വേർപെടുത്താതെ ആ ബന്ധം നിലനിൽക്കുമ്പോൾ അത് മറച്ചുവെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി മറ്റൊരു ബന്ധം സ്ഥാപിക്കുന്നു. എന്നിട്ട് ആ ബന്ധത്തിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും താൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിച്ച ശബ്ദരേഖ പുറത്തുവിട്ടു. രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയും രാഷ്ട്രീയവും വ്യക്തിജീവിതവും നശിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇപ്പോഴും അതിജീവിതയായി ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ ഏത് നിമിഷവും പോലീസ് പരക്കം പാഞ്ഞ് നാട് മുഴുവൻ നടക്കുന്നു എന്നുള്ള വിവരം അറിയുമ്പോൾ CPM-ഉം വീണ്ടും സോളാർ സരിതയെ പോലെ അല്ലെങ്കിൽ അഭിനവ സോളാർ സരിതയെ ഇറക്കി മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലത്തിൽ വോട്ട് നേടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് പിണറായി വിജയന്റെ നാറിയ രാഷ്ട്രീയം തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത്. എന്തായാലും കോൺഗ്രസ്സുകാര്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി രൂപം കൊണ്ട ഇന്റർനാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സുകാര് അഭിമാനമുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് പറ്റിയതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. പാളയത്തിൽ പട നയിച്ചുകൊണ്ട് അധികാരമോഹത്തിന് വേണ്ടി കസേര ഉറപ്പിക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഴുത്തരിയുകയല്ല വേണ്ടത്, പിന്നിൽ നിന്ന് കുത്തുകയല്ല വേണ്ടത്. ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് മുമ്പാണ് CBI റിപ്പോർട്ട് വന്നത് ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ല എന്നുള്ളത്. ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത് യുഗങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനല്ല എന്ന് ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണെങ്കിൽ അപ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തി ജീവിതവും രാഷ്ട്രീയ ജീവിതവും തകർന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും കോൺഗ്രസ്സുകാര് നിങ്ങൾ തന്നെയാണ് ഇതിന് ഉത്തരവാദി. 4 വോട്ട് ചോദിച്ചുകൊണ്ട് ഇനി നിങ്ങൾക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്. കേരളത്തെ ഇനി ആര് രക്ഷിക്കും? കോൺഗ്രസിന് രക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം ജനങ്ങളുടെ ഭാഗത്ത്
ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾ ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സോളാർ സരിതയുടെ ഭാഗത്തു നിന്നും ഉമ്മൻചാണ്ടിക്കുണ്ടായ അതേ ഗതി തന്നെയായിരിക്കും അതിജീവിത എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ഭാഗത്തു നിന്നും രാഹുൽ മാങ്കട്ടത്തിന് ഉണ്ടാകാൻ പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം ചേർന്നുകൊണ്ട് കോൺഗ്രസിലെ ഒരുപറ്റം ആളുകളും ചേർന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ നശിപ്പിക്കുവാൻ വേണ്ടി നടത്തിയിരിക്കുന്ന ഈ രാഷ്ട്രീയ നാടകത്തിൽ നിന്നും കോൺഗ്രസ്സുകാർ കൃത്യമായ പാഠം ഉൾക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് ഇനി ഒരിക്കലും കേരളത്തിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല, അധികാരത്തിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്.